നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒത്തിരി കാലമായിട്ട് നമ്മൾ കണ്ടിട്ട്, ഒത്തിരി കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസങ്ങളായി വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകളും യാത്രകളും കൊണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയമോ സന്ദർഭമോ ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒത്തിരിയേറെ ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു, കുറേ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു. അയച്ച എല്ലാവർക്കും നന്ദി. ആത്യന്തികമായിട്ടൊരു അധ്യാപകൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുക എന്നുള്ളത് പലപ്പോഴും മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു തരത്തിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു മാസമായിട്ട് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ രാജേഷ് എക്സ്പോർട്ട് കുറേ വർഷങ്ങളായിട്ട് വളരെ നല്ല റിസൾട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഫണ്ടമെന്റലി വളരെ ഫിറ്റാണ്. വെറും 22% മാത്രമേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ചില്ലറ നിക്ഷേപകരുടെ നിക്ഷേപമുള്ളൂ. ബാക്കിയെല്ലാം പ്രൊമോട്ടർ സ്റ്റേക്കും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള LIC ഉൾപ്പെടെയുള്ളവർ, LIC കേസും 11% അടുത്തുള്ള ഹോൾഡിംഗ് ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നമ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ നല്ല ഒരു കമ്പനി ആയിട്ട് തന്നെ വേണം നമുക്ക് കരുതപ്പെടാൻ. അത്തരത്തിൽ പറയപ്പെടുന്ന ഈ ഒരു രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കുറേ കാലമായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് താഴേക്ക് വരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫണ്ടമെന്റലി ഇത് വളരെ ഫിറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും ഇതിൻ്റെ ഒരു സെയിൽസ് ഡാറ്റകളെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സെയിൽസ് ഡാറ്റയെ കുറിച്ചുള്ള സംശയങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അതിന് ഉപോത്ഫലകമായിട്ടുള്ള ഒരു തെളിവുകളോ ഒന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം നമ്പേഴ്സും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ട് ഈ രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ച് നമ്മളിപ്പോൾ വിലയിരുത്താൻ വേണ്ടി ഇപ്പം പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരാളെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു 50-60 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു ടോട്ടൽ പോർട്ട്ഫോളിയോ ആണ് എനിക്കുള്ളത്. അതിൽ രാജേഷ് എക്സ്പോർട്സ് ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചതാണ്. അപ്പം രാജേഷ് എക്സ്പോർട്സ് താഴോട്ട് വരുന്നത് കൊണ്ടും ഫണ്ടമെന്റലി വളരെ ഫിറ്റ് ആണോ എന്നുള്ളത് തോന്നിയത് കൊണ്ടും എല്ലാ അനലിസ്റ്റുകളും ഇത് ഫണ്ടമെന്റലി ഇതിൻ്റെ നമ്പേഴ്സൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ എപ്പോഴൊക്കെ താഴോട്ട് വന്നിരുന്നോ ബൈ ഓൺ ഡിപ്പ് എന്ന ഒരു സ്ട്രാറ്റജി ഞാൻ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ എന്തിനേറെ പറയുന്നു, ഇപ്പോൾ കയ്യിലുള്ളതിൻ്റെ 50%-ലേറെ ഈ ഒരു ഒറ്റ സ്റ്റോക്ക് മാത്രമാണുള്ളത്. അങ്ങനെ ഏകദേശം 50-60 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ചുരുങ്ങി വന്നിട്ട് ഏകദേശം 40 ലക്ഷം രൂപയുടെയൊക്കെ അടുത്ത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ട് രാജേഷ് എക്സ്പോർട്സിൻ്റെ അകത്ത് ഇറങ്ങിയവർ ഒത്തിരിയേറെ പേരുണ്ടാകാം, ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നമുക്കറിയുന്ന പോലെ തന്നെ രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ചുള്ള ചാർജസ്, സെബിയുടെ ചാർജസ് ഒക്കെ വളരെ ഗുരുതരമാണ്. പ്രധാനമായിട്ടും രാജേഷ് എക്സ്പോർട്സിൻ്റെ ഏകദേശം 99% വരുന്ന ടോട്ടൽ റവന്യൂ അതെല്ലാം ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണ് എന്നുള്ളതാണ് സെബി നിയോഗിച്ചിട്ടുള്ള വീഡിയോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ഫോറൻസിക് കൺസൾട്ടിങ് കമ്പനി പറയുന്നത്. അവരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സെബി ചാർജ് ഷീറ്റും ഒക്കെ അയച്ചത്. അതായത് രാജേഷ് എക്സ്പോർട്സ് എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജേഷ് എക്സ്പോർട്സിന്റെ സബ്സിഡിയറീസ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ പേരിൽ ഇല്ലാത്ത റവന്യൂ ഉണ്ടാക്കി കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രാജേഷ് എക്സ്പോർട്സ് ഒരു സബ്സിഡിയറി ആയിട്ടോ ഓവർസീസ് സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സിംഗപ്പൂർ ഹോൾഡിംഗ് കമ്പനിയുണ്ട്. ഈ ഒരു സിംഗപ്പൂർ കമ്പനി ഗ്ലോബൽ ഗോൾഡ് റിഫൈനറി എന്ന് പറയുന്ന ഒരു സിസ് ഹോൾഡിംഗ് കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നു. ഈ സിസ് ഹോൾഡിംഗ് കമ്പനി വാൽക്കാമി SA എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലുള്ള ഒരു ഓപ്പറേഷനിലായിട്ടുള്ള ഒരു റിഫൈനറി ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യുന്നതിനകത്ത് നിയമപ്രകാരം ഇന്ത്യയിൽ യാതൊരു തെറ്റുകളുമില്ല. പക്ഷെ നമ്മൾ കുറേ മുമ്പ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഒറ്റ റിഫൈനറിയിൽ നിന്നും വരുന്ന വരുമാനമാണ് കൺസോളിഡേറ്റഡ് റവന്യൂവിൻ്റെ അകത്ത് ഏകദേശം 98-99% കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിഫൈനറി ഉണ്ടോ, അവിടെ നിന്നുള്ള റവന്യൂ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നു. നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ പുറത്തുള്ള പല ഓപ്പറേഷൻ നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവിടെ ഒരു സംശയാസ്പദമായിട്ടുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇൻ ആൻഡ് ഔട്ടൊക്കെ അറിയാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്തരത്തിലുള്ള 99% റവന്യൂ അതിൻ്റെ അകത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ചില സംശയങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഉളവാകേണ്ട ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് സെബി ചൂണ്ടിക്കാണിച്ചതും. ഈ ഒരു 99% വരുന്ന ഈ ഒരു റവന്യൂ പലപ്പോഴും ഊതിപ്പെരുപ്പിച്ചതാണ് എന്നുള്ളതാണ്. ഈ ഫോറൻസിക് ഓഡിറ്റ് നടത്തിയതിൻ്റെ അകത്ത് പറയുന്നത് വാൽക്കാമി SA എന്ന് പറയുന്ന ഈ ഒരു സിസ് റിഫൈനറി, ഗോൾഡ് റിഫൈനറിക്ക് ഏകദേശം 427 കോടി രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ഒരു വർഷത്തെ റവന്യൂ ആണ്. ഈ ഒരു 427 അല്ലെങ്കിൽ 450 കോടി രൂപ യഥാർത്ഥത്തിലുള്ള ഈ ഒരു കമ്പനിയുടെ റവന്യൂ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് രാജേഷ് എക്സ്പോർട്ട് പെരുപ്പിച്ച് കാണിച്ചത് ഏകദേശം 44,000 കോടി രൂപയുടെ അടുത്താണ്. പല വർഷങ്ങളായിട്ട് ഇത് ഏകദേശം 3,4 കോടി
3.25 ലക്ഷം കോടി രൂപയുടെ അടുത്തുവരെ എത്തി എന്ന് പറയുമ്പോൾ ഏകദേശം 500 ഇരട്ടിയോളം പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറയേണ്ടി വരും. പണ്ടാരോ പറയുന്ന പോലെ പെരുപ്പിച്ച് കാണിക്കുന്നതിനും ഒരു മയം വേണ്ടേ? ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സെബി കസ്റ്റമർ വൈസ് സെയിൽസ് ഡാറ്റ രാജേഷ് എക്സ്പോർട്ടിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ രാജേഷ് എക്സ്പോർട്ട് നൽകിയ കസ്റ്റമർ ഡേറ്റ എന്ന് പറയുന്നത് വളരെ അവ്യക്തമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതോ ആയിരുന്നു എന്നാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത്രയും കാലം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ കഴിയുമെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ PwC പോലത്തെയുള്ള ഒരു കമ്പനി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനി ആയിട്ടുള്ള സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെത് കുറേ കാലങ്ങളായിട്ട് മൂടി വെച്ചു എന്നുള്ളത് സത്യം നിലനിൽക്കുന്നു. ഇതുപോലെ ഉള്ള ഒന്ന് തന്നെയായിട്ട് ഇതിനെ കരുതാനും കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 മാർച്ചിൽ വെറുമൊരു ഷെയർ ഹോൾഡർ അദ്ദേഹം കമ്പനിയുടെ റിസൾട്ട്സ് പരിശോധിക്കുമ്പോൾ, ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു വളരെ വലിയ വർഷങ്ങളായിട്ടുള്ള ഒരു റിസീവബിൾസ് എന്ന് പറയുന്ന ഒരു കോളം കണ്ടപ്പോഴാണ്, അതായത് ലഭിക്കാനുള്ള പണം പക്ഷേ വർഷങ്ങളായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ വാല്യുവേഷൻ്റെ അകത്ത്, കമ്പനി വാല്യുവേഷൻ്റെ അകത്ത് 1-2 എപ്പിസോഡ് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും റിസീവബിൾസ് എന്ന് പറയുന്ന പലതും കമ്പനിയുടെ ഡേറ്റ അല്ലെങ്കിൽ ഒരു ആസ്തിയല്ല സെയിൽസ് ഡേറ്റ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് പലരും കരുതാറുണ്ട്. കാരണം വിൽക്കാത്ത സാധനങ്ങൾ പലപ്പോഴും ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആകുമ്പോഴത്തേനും ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ പുഷ് ചെയ്തിട്ട് ആ ഒരു പൈസയിൽ പിന്നീട് വർഷങ്ങൾ ലഭിക്കാനുണ്ട് എന്ന രീതിയിൽ ബുക്സിൻ്റെ അകത്ത് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു റിസീവബിൾസ് അവിടെ നിലനിന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ഷെയർ ഹോൾഡർക്ക് ഈ ഒരു സംശയം തുറന്നത്. അതിനെ തുടർന്നാണ് ഈ ഒരു ലെറ്ററൊക്കെ അയക്കുകയും അതിനെക്കുറിച്ചൊരു എൻക്വയറി ഒക്കെ വന്നത്. NSE ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വറി ആയിരുന്നു ഏകദേശം 1000 കോടി രൂപയുടെ അടുത്ത് വരുന്ന അതർ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന പേരിൽ ബുക്സിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. കമ്പനി അതിന് പറഞ്ഞത് അത് ആഫ്രിക്കൻ ഗോൾഡ് മൈൻസിൻ്റെ അകത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു എന്നാണ്. പക്ഷേ ഫോറൻസിക് റിവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഗതിയെ ആഫ്രിക്കയിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ്. കമ്പനി അതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർ എന്തുമാത്രം ഈ ഒരു കമ്പനിയെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. നമ്പേഴ്സൊക്കെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇല്ലാത്ത ഒരു 12,000 കോടി രൂപയുടെ അടുത്ത് വരുന്ന സെയിൽസും അതേപോലെ അതിന് തത്തുല്യമായിട്ട് ഏകദേശം 1 കോടി രൂപയും കൂടി കൂടുതലധികമുള്ള ഒരു പർച്ചേസസും കാണിച്ചിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ പെരുപ്പിച്ച് കാണിച്ചു. ഇത് എഫ്ലുവൻസ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലായിരുന്നു ചെയ്തിരുന്നത്. ക്ലയന്റ് അവരായിരുന്നു. സെബി ഈ ഒരു ക്ലയന്റുമായിട്ട്, ഈ എഫ്ലുവൻസ് ഷെയർ ആൻഡ് സ്റ്റോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ക്രോസ് വെരിഫൈ ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനോ ഇങ്ങനത്തെ ഒരു കച്ചവടമോ ഒന്നും ഇവരുമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത്. രാജേഷ് മേഹ്ത്ത എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള F&O ട്രേഡിങ്, അതിൽ നിന്ന് വരുന്ന നഷ്ടവും ഈ F&O ട്രേഡിങ് നടത്താനുള്ള പണവും അദ്ദേഹം കമ്പനി അക്കൗണ്ട് ഉപയോഗിക്കുകയോ കമ്പനി അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ട്രേഡിങ് നടത്തുകയും ചെയ്തു. അതായത് പൊതുസ്വത്തായിട്ടുള്ള കമ്പനി അക്കൗണ്ട്, അതിലെ പണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിയുടെ പണം എടുത്തിട്ട് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കി ലാഭം അദ്ദേഹത്തിന് എടുക്കാം. അതായത് ഒരുമാതിരി പലിശയില്ലാത്ത വായ്പ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് ലാഭം എടുക്കുന്ന രീതിയിലായിരിക്കാം അദ്ദേഹം കരുതിയത്. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി, നഷ്ടത്തിലാണ് കലാശിച്ചത്. അപ്പോൾ ഈ ഒരു നഷ്ടം സത്യം പറഞ്ഞാൽ അദ്ദേഹം കമ്പനിയുടെ ബുക്സിൻ്റെ അകത്ത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. സ്വന്തം പോക്കറ്റിൽ നിന്നും സ്വന്തം കയ്യിൽ നിന്നും പോയ പണം കമ്പനിയുടെ അക്കൗണ്ട്സിലേക്ക് നഷ്ടമായിട്ട് വകവെച്ചു എന്നർത്ഥം. ബാക്കി എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകാം. EDയുടെ റെയ്ഡ്, NFRA ഇൻവെസ്റ്റിഗേഷൻ, ഓഡിറ്റേഴ്സ് ഇതുവരെ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റിംഗ് കമ്പനികൾക്ക് നേരെയുള്ള NFRA ഇൻവെസ്റ്റിഗേഷൻ, NFRA എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, അവരുടെ വക ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഡിറ്റിംഗ് കമ്പനികൾക്ക് എതിരെയുള്ളത്. വില 10-1 കുറഞ്ഞു പോയത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടുള്ള LICക്ക് എന്തുമാത്രം നഷ്ടം വന്നിരിക്കും എന്ന് കൂട്ടുക. ആത്യന്തികമായിട്ട് ഈ ഒരു കമ്പനി ഇപ്പോൾ കയ്യിലുള്ളത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ റിസ്ക് എടുക്കാൻ തയ്യാർ അല്ല എന്നുണ്ടെങ്കിൽ ഇവയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം നിങ്ങളൊരു ഹൈ റിസ്ക് ഇൻവെസ്റ്റർ ആണെങ്കിൽ കയ്യിൽ വെച്ച് വീണ്ടും ഭാഗ്യം പരീക്ഷിക്കുന്നതിൽ വലിയ തെറ്റില്ല. അല്ലാത്ത രീതിയിൽ കിട്ടുന്ന പണം മറ്റേതെങ്കിലും നല്ല കമ്പനിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ഒരു ചോദ്യം, ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലുള്ള ഈ പല പ്രാക്ടീസുകളും നമ്മൾ എത്തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. കാരണം പല കമ്പനികളും 10,000 സ്റ്റോക്ക് മാർക്കറ്റ് റിപ്പോർട്ടുകളിലോ യൂട്യൂബ് വീഡിയോകളിലോ എല്ലാത്തിൻ്റെ അകത്തും ഒരു ഹിഡൻ ജം എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ പലരും പ്രതിപാദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കേട്ടിട്ടുള്ള പല കമ്പനികളാകാം, കേൾക്കാത്ത കമ്പനികളാകാം, IPO ആകാം, SME IPOകളാകാം, ഇവയെല്ലാം
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾ ഒരു മീഡിയം ടു ലോങ് ടേം നിക്ഷേപിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എടുത്തിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ ChatGPT അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഇൻഫർ ചെയ്യാൻ വേണ്ടി നോക്കാതിരിക്കുക. കാരണം പലപ്പോഴും ChatGPTയോ അല്ലെങ്കിൽ ജെമിനിയോ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവയിൽ നല്ല ഓഡിറ്റ് കമ്പനി എഴുതിയിട്ടുള്ളൊരു റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല റെഡ് ഫ്ലാഗ്സും കണ്ടുപിടിക്കാൻ താരതമ്യേന ബുദ്ധിമുട്ടാണ്. പക്ഷേ മാനുവലായിട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ച് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പലതും നമുക്ക് റെഡ് അലേർട്ടായിട്ട് കാണാൻ കഴിയും. ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം 90% ഒരു പ്രത്യേക കമ്പനിയുടെ സബ്സിഡിയറി ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സബ്സിഡിയറിയിൽ നിന്നാണ് വരുമാനം വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ അത്തരം കമ്പനികളെ കുറിച്ച് നമ്മൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുന്നതായിരിക്കും പലപ്പോഴും കണ്ടത്. കാരണം നമ്മൾ ചരിത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പല കമ്പനികളെയും കണ്ടിട്ടുണ്ട്. കാരണം അക്കൗണ്ടിങ് അത്തരം ഒരു ട്രാൻസ്പെറൻ്റ് അല്ലായിരുന്നു. അവയെല്ലാവരും നിക്ഷേപകരുടെ പണം കൊണ്ടുപോയതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, റിസീവബിൾസ് റവന്യൂവിനേക്കാളും ഒക്കെ വളരെ കൂടിപ്പോകുന്നതോ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ സിംഹഭാഗവും റിസീവബിൾസ് ആയിട്ട് കാണിക്കുന്നു. അത്തരത്തിൽ നമ്മൾ റവന്യൂ ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കമ്പനി കാണിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കമ്പനികളെയും സൂക്ഷിച്ചുകൊള്ള. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റവന്യൂ, സെയിൽസ് എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ ഇന്ന് പലപ്പോഴും ഒരു പിക്ചറൊക്കെ ആയിട്ടൊക്കെ കമ്പനിയുടെ പേരും ഒക്കെ ആയിട്ട് ആ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ കൈകളിൽ ലഭിക്കും. അപ്പോൾ അത് റവന്യൂ ഇത്ര കൂടി ഇത്ര കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അത് മാത്രം നോക്കാതിരിക്കുക. അതിന് പകരം റിസീവബിൾസും റവന്യൂവും തമ്മിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ നോക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയ്സ് സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് DSO എന്നൊക്കെയാണ് പറയാറുള്ളത്. അതായത് DSO എന്ന് പറയുന്ന ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ റവന്യൂ ആണ്. ഇൻറ്റു 365 365 ദിവസം ഒരു വർഷത്തെ കണക്ക് കൂട്ടുമ്പോൾ. അപ്പം ഈ ഒരു റിസീവബിൾസ് ഡിവൈഡഡ് ബൈ റവന്യൂ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് വളരെയധികം മുമ്പോട്ട് ചാടി പോകുന്നു എങ്കിൽ, അതായത് റവന്യൂവിനേക്കാളും വളരെ കൂടുതൽ റിസീവബിൾസ് ആണ് ഭാവിയിൽ ലഭിക്കാനുള്ള പണമാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ കുറച്ചൊന്ന് സൂക്ഷിക്കുക. മറ്റൊരു പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഫിറ്റും അതുപോലെ തന്നെ കയ്യിലുള്ള യഥാർത്ഥ പണവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റ് ഒരു വളരെ ഉയർന്ന ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പോസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അതേസമയം തന്നെ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവോ അല്ലെങ്കിൽ അത്ര ഒരു കൺവിൻസിങ് അല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ അതും ഒരു ചെറിയൊരു റെഡ് ഫ്ലാഗ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഗുഡ്സ് ഓറിയൻറ്റഡ്, അതായത് ചിലത് സർവീസ് ഉണ്ടാവും, ചിലത് ഗുഡ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സാധനങ്ങളാണുള്ളത്, ഗുഡ്സ് ആണുള്ളത്. ഇപ്പോൾ ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രൊമോട്ടറുമായിട്ട് ബന്ധമുള്ള കമ്പനികളും ഒക്കെ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പലപ്പോഴും ഒരു കമ്പനിയുടെ പണം സ്വന്തം പബ്ലിക് അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന്, അതായത് എല്ലാവരും കൂടി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് സ്വന്തമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് വകമാറ്റി കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. എത്തരത്തിലാണ് നമ്മൾ ചായ പോലും നമ്മുടെ ഈ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം പ്രൈവറ്റ് കമ്പനി ചായ കൊടുത്തിട്ട് ഒരു ചായയ്ക്ക് 1000 രൂപ എന്ന് പറഞ്ഞ് എഴുതി മാറ്റി അത്തരത്തിൽ ലാഭം ഈ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയേണ്ടവർക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ റിപ്പോർട്ട്സിനകത്ത് നോക്കുമ്പോൾ ഓഡിറ്റർ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് നോക്കണം. കാരണം ഓഡിറ്റർ ഒപ്പീനിയൻസ് പലപ്പോഴും, ഓഡിറ്റർ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഓഡിറ്ററെ സംബന്ധിച്ച് ആ ഒരു അക്കൗണ്ട്, ആ ഒരു ബുക്സ് വെരിഫൈ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. കാരണം മാൽ പ്രാക്ടീസ് നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഒപ്പീനിയൻ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും ഓഡിറ്ററെ സംബന്ധിച്ച ഒരു എക്സ്ക്യൂസാണ്. ഇല്ലെങ്കിൽ ഓഡിറ്റർ കൂടി കള്ളക്കണക്കിന് വേണ്ടിയിട്ട് കൂട്ടുനിന്ന രീതിയിലാണ് പല മെമ്പർഷിപ്പ് സംഘടനകളും CA ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ഇൻഫർ ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ പലപ്പോഴും ഓഡിറ്റർ ഒപ്പീനിയൻസ് കൊടുക്കാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല, ഇത് മാനേജ്മെൻറ്റ് തന്ന ഡേറ്റയാണ്, ഞാൻ ചെന്നപ്പോൾ കണ്ടില്ല എന്നൊക്കെ ഉള്ള പോലെ. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഓല ഇലക്ട്രിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഈ മാനേജ്മെൻറ്റ് പറയുന്ന പല ഇൻവെൻട്രിയും നമ്മൾ വെയർ ഹൗസിൽ ചെന്നപ്പോൾ ഒന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഡിറ്റർ ഒപ്പീനിയനും കൂടി നമ്മൾ വായിച്ചു നോക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. കാരണം അത് പലപ്പോഴും നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ലഭിക്കും. ഇത് കമ്പനിയെക്കുറിച്ചുള്ള അവബോധം മാത്രമല്ല, കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂടിയാണ്. പണ്ടാരോ പറയുന്ന പോലെ വൺസ് എ കോപ്പ് ഓൾവേസ് എ കോപ്പ് എന്ന് പറയുന്ന പോലെ വൺസ് എ കള്ളൻ ഓൾവേസ് എ കള്ളൻ. ധാർമ്മികതയില്ലാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ധാർമ്മികത വരികയും മറ്റൊരു ദിവസം ധാർമ്മികത പോവുകയും ചെയ്യുക എന്നുള്ളൊരു പ്രതിഭാസം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ അത്തരത്തിൽ കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ മുകളിലുള്ള അന്ധമായിട്ടുള്ള ഒരു വിശ്വാസവും നമ്പേഴ്സ് മാത്രം കണ്ടിട്ട് അതിലുള്ള അമിത ആത്മവിശ്വാസവും കൊണ്ട് വീണ്ടും വീണ്ടും നിക്ഷേപിക്കാതിരിക്കുക. ക്രിട്ടിക്കലായിട്ട് ആ കമ്പനികളുടെ റിസൾട്ടുകളും മാനേജ്മെന്റ് എത്തിക്സും രണ്ടും അപഗ്രഥിച്ചതിന് ശേഷം മാത്രം നിക്ഷേപങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക. മറ്റൊരു അദ്ദേഹത്തെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.